പ്രസ്ഥാനത്തിന്റെയും വളരെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ സൂചിപ്പിച്ചത്. ഇന്നലെയും ഒരു പാർട്ടിയുടെ ഉന്നതനായ ഒരു നേതാവ് എന്നെ വിളിച്ചിട്ട് ഈ ധർണയ്ക്ക് എല്ലാവിധമായ പിന്തുണയും പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞ വാക്കുകള്, ഞങ്ങളുടെ പാർട്ടിയുടെ ആരെങ്കിലും ഇതിനെതിരെ വന്നാൽ ശക്തമായ അച്ചടക്ക നടപടി എടുത്ത് പുറത്താക്കുമെന്നാണ് സൂചിപ്പിച്ചത്. ഞങ്ങൾക്ക് സന്തോഷമുണ്ട്, ഞങ്ങൾക്ക് അഭിമാനമുണ്ട് നിങ്ങളുടെ നിലപാടുകളിൽ. പക്ഷെ ആ നിലപാടുകൾ പരസ്യമാക്കണം. ജനസമൂഹം മനസ്സിലാക്കണം നിലപാടുകൾ. ഇവിടൊക്കെ ചിലരുടെയൊക്കെ പിന്തുണ ഞങ്ങൾക്കുണ്ട് എന്ന ബോധപൂർവമായ ശ്രമം നടത്തിക്കൊണ്ടാണ് പ്രചരണം നടത്തുന്നത്. ആ പിന്തുണ പരസ്യമാക്കി പ്രഖ്യാപിക്കണം ഈ ധർണയ്ക്ക് ശേഷമെന്നാണ് ഞങ്ങൾക്ക് വിനയാനിതമായി അഭ്യർത്ഥിക്കാനുള്ളത്. അപ്പൊ ഇല്ലാത്ത വഴിക്ക് വേണ്ടി ഒരു കോളേജിന്റെ വികസന പ്രവർത്തനങ്ങളെ പൂർണ്ണമായും ഇല്ലാതാക്കുക, ഇത് നടത്തുന്നവരുടെ ഹിഡൻ അജണ്ട എന്ന് പറയുന്നത് കോളേജ് കോമ്പൗണ്ട് രണ്ടായി മാറിക്കഴിയുമ്പോൾ ഒരു പുതിയ കോഴ്സ് പോലും തുടങ്ങാനും ഇവിടെ പറ്റില്ല. കൊല്ലം ശ്രീനാരായണ കോളേജിന്റെ 25 ഏക്കർ സ്ഥലം ബഹുമാനായ പ്രിൻസിപ്പൽ ഇവിടെ ഇരിപ്പുണ്ട്. ആ കോളേജ് ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറിയുടെ നിർദ്ദേശാനുസരണം ബഹുമാനായ ജയൻ ഡോക്ടർ സാഹിബിന്റെ നേതൃത്വം നമ്മൾ നടത്തിയ BSc നഴ്സിംഗ് കോളേജിന്റെയും MSc നഴ്സിംഗ് കോളേജിന്റെയും പ്രവർത്തന കേന്ദ്രം ഇന്ന് അവിടെയാണ്. മാത്രമല്ല ആ കോളേജ് കഴിഞ്ഞ വർഷം തുടങ്ങിയ ആ കോളേജ് CBSE സ്കൂള് ഇതെല്ലാം കഴിഞ്ഞാൽ ഇപ്പോൾ കേവലം 1.5 ഏക്കർ സ്ഥലം മാത്രമേ കൊല്ലം ശ്രീനാരായണ കോളേജ് ഗ്രൗണ്ടിൽ പുതിയൊരു വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങണമെങ്കിൽ ബാക്കിയുള്ളൂ. പിന്നെ കൊല്ലം ജില്ലയിൽ മറിച്ചൊരു വികസന പ്രവർത്തനം SN ട്രസ്റ്റ് നടത്തണമെങ്കിൽ ഇവിടെയുള്ള 29 ഏക്കർ സ്ഥലത്ത് മാത്രമേ പറ്റൂ. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ചില ബുദ്ധി കേന്ദ്രങ്ങൾ ഈ SRPയെയും പാപ്പച്ചനെയും ചില പഞ്ചായത്ത് അംഗങ്ങളെയും മുന്നിൽ നിർത്തിക്കൊണ്ട് ഇത്തരം കുൽസിത പരിശ്രമങ്ങൾ നടത്തുന്നത്. ആ പരിശ്രമങ്ങളൊന്നും SN ട്രസ്റ്റിന്റെ മണ്ണിൽ, SNDP യോഗം പ്രവർത്തകരുടെ മണ്ണിൽ ഈഴവ മനസ്സുകളിൽ നടക്കില്ല എന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. യാതൊരു സംശയവും വേണ്ട കാര്യത്തില്. നിങ്ങൾ എഴുതി കിട്ടുന്നതിന്റെയും ശ്രീ ആർ ശങ്കറിനെ പരാജയപ്പെടുത്താൻ ശ്രമിച്ച ശക്തികൾ, അവരുടെ ഒരു ശക്തിയുടെയും ഇന്ന് അതിനേക്കാൾ ശക്തമായി ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്ന ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവരുകൾ പിന്നിട്ട് 17 വർഷക്കാലം അധികാര കേന്ദ്രങ്ങളിൽ പറയേണ്ടത് പറഞ്ഞും ഈ സമൂഹത്തിന് നേടിയെടുക്കേണ്ടത് നേടിയെടുത്തും അന്താരാഷ്ട്ര തലത്തിൽ ശ്രീനാരായണ സമൂഹത്തിന്റെ യശസ് വാനോളം ഉയർത്തി നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ SN കോളേജിന്റെ 1 ഇഞ്ച് സ്ഥലം നഷ്ടപ്പെടുത്താൻ ഞങ്ങൾ അനുവദിക്കുമോ? നിങ്ങൾ ഓർക്കണം, ഒരു കാരണവശാലും ഇത് ഇവിടെ നടക്കില്ല. അത് അനുവദിക്കാൻ പറ്റില്ല. കോളേജിന്റെ വികസനം, വിദ്യാഭ്യാസ മേഖല വികസനം തന്നെയാണ് ആത്യന്തികമായ ലക്ഷ്യം. അതുകൊണ്ട് അതിന് വെച്ച വെള്ളമൊക്കെ അങ്ങ് മാറ്റി വെച്ചേക്കുന്നതാണ് നല്ലത്. ഞാൻ ബഹുമാന്യായ പഞ്ചായത്ത് പ്രസിഡന്റിനോട് ആദരപൂർവ്വം ചോദിക്കട്ടെ. ഞാൻ ആദ്യം ചോദിച്ചപ്പോൾ ബഹുമാന്യായ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞത് ഞാൻ ഏതോ വെള്ള പേപ്പറിൽ ഒപ്പിട്ട് കൊടുത്തു, എന്തിനാണ് ഒപ്പിട്ട് കൊടുത്തതെന്ന് എനിക്കറിയില്ല എന്നാണ്. ഞാൻ പറഞ്ഞു, ബഹുമാന്യായ പഞ്ചായത്ത് പ്രസിഡന്റ്, അങ്ങയുടെ സീല് ഇതിന് തൊട്ടു താഴെ, 1-ാം പേരിന് തൊട്ടു താഴെ ഉണ്ട് റൗണ്ട് സീല്. അപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു, ഞാൻ ഒരു പഞ്ചായത്ത് അംഗം കൊണ്ടുവന്നപ്പോൾ ഒരു പേപ്പറിൽ ഒപ്പിട്ട് കൊടുത്തു. ഈ പഞ്ചായത്ത് അംഗം തന്നെയാണ് പിന്നെ ഇതിനകത്ത് സീല് പതിപ്പിച്ചത്. എനിക്കറിയില്ല മാറ്റർ എന്താണെന്ന്. അങ്ങനെയാണെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ ഇരിക്കുന്നതിന് ആരെങ്കിലും കൊണ്ടുകൊടുക്കുന്ന വെള്ള പേപ്പറിൽ ഒപ്പിടാനും ആർക്കെതിരെയാണ് ഒപ്പിടുന്ന ചിന്തയില്ലാതെ കൊടുക്കുന്ന പേപ്പറിൽ വായിച്ചു നോക്കാതെ ഒപ്പിടുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് ആണെങ്കിൽ ഈ സ്ഥാനം രാജിവെച്ചു പോകുന്നതാണ് നല്ലത്. ഈ രാജ്യത്ത് പ്രസിഡന്റ് തുറന്നു നടക്കണ്ടേ? ഇങ്ങനെ പോയാൽ അങ്ങനെ വെച്ചു. വിദ്യാഭ്യാസമുണ്ട്, നമുക്ക് ആദരവുണ്ട്, ബഹുമാനമുണ്ട്, വ്യക്തിപരമായ എല്ലാ സൗഹൃദവും ഇപ്പോഴും സൂക്ഷിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് നിങ്ങളുടെ രാഷ്ട്രീയ വളർച്ചയിൽ ഞങ്ങൾ കാംക്ഷിക്കുന്നവരാണ്. പക്ഷെ ഇങ്ങനെ ഒപ്പിടാമോ? അല്ലെങ്കിൽ ഒപ്പിട്ടെന്ന് പറഞ്ഞേക്കണം. ശരി, ഞാൻ അറിഞ്ഞുകൊണ്ട് ഒപ്പിട്ടതാ, എന്റെ പഞ്ചായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, അതുകൊണ്ട് ഞാൻ ഒപ്പിട്ടു, ഞാൻ ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല സൂചിപ്പിച്ചു. നിങ്ങൾക്ക് വേദനയുണ്ട്, വിഷമമുണ്ട്, ദുഃഖമുണ്ട്. അങ്ങനെ ഒരു നിലപാട് നിങ്ങൾക്കുണ്ടാവണം. ഇവിടെ അതിനകത്ത് അവിടെ ധർണ നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് ആ ധർണയിൽ ഉദ്ഘാടനം ചെയ്തു. ഞാൻ ചോദിക്കട്ടെ, എത്ര ജനപ്രതിനിധികൾ പങ്കെടുത്തവരുടെ പേര്? അവിടെ കൊച്ചാലുമൂട് വാർഡിനെ പ്രതിനിധിക്കുന്ന CPMന്റെ ശ്രീമതി ബിന്ദു ആ ധർണയിൽ പങ്കെടുത്തില്ല. എന്തുകൊണ്ടാണ് ധർണയിൽ പങ്കെടുക്കാത്തെന്ന് പറയാൻ എനിക്കറിയത്തില്ല. ഒരുപക്ഷെ വ്യക്തിപരമായ അസൗകര്യമായിരിക്കാം. പക്ഷെ ഈഴവയാണ് ധർണയിൽ പങ്കെടുത്തില്ല. ശ്രീ ദിലീപ് തൊട്ടടുത്ത വാർഡിനെ പ്രതിനിധീകരിക്കുന്നു.
കോൺഗ്രസിന്റെ പഞ്ചായത്ത് മെമ്പറാണ്, ഈഴവയാണ്. വ്യക്തിപരമായ സൗകര്യം കൊണ്ടായിരിക്കാം നമ്മുടെ താല്പര്യമൊന്നും ഞാൻ പറയുന്നില്ല, എന്തുകൊണ്ടാണ് ഞാൻ ചോദിച്ചിട്ടുമില്ല. ആ ധർണയിൽ പങ്കെടുത്തിട്ടില്ല. ഈ നിൽക്കുന്ന ഭാഗം ചെറുക്കര, ഈ വാർഡിലെ മെമ്പർ ശ്രീമതി സുശീലകുമാരി ആ ധർണയിൽ പങ്കെടുത്തിട്ടില്ല, ഈഴവയാണ്. ആ ധർണയിൽ പങ്കെടുത്തിട്ടില്ല. ജില്ലാ പഞ്ചായത്ത് അംഗം CPIയുടെ ശ്രീമതി മായ സുരേഷ് കോളേജ് വാർഡിലാണ് താമസിക്കുന്നത്. മുമ്പ് കോളേജ് വാർഡിന് പ്രദാനം ചെയ്തിട്ടുണ്ട്. ആ ധർണയില് പങ്കെടുത്തിട്ടില്ല. MLA ആ ധർണയില് പങ്കെടുത്തിട്ടില്ല. നെടുങ്ങോലം വാർഡിലെ ശ്രീമതി വിനീത SC വിഭാഗത്തിൽപ്പെട്ട മെമ്പറാണ്. ഈ ധർണയിൽ പങ്കെടുത്തിട്ടില്ല. 15-ാം വാർഡ് ഈ ധർണയിൽ CPMന്റെ പഞ്ചായത്ത് മെമ്പറാണ്. ഈ ധർണയിൽ പങ്കെടുത്തിട്ടില്ല. മിനി ജോഷ് തെരക്കര വാർഡ് CPMന്റെ പഞ്ചായത്ത് അംഗമാണ്. ഈ ധർണയിൽ പങ്കെടുത്തിട്ടില്ല, ഈഴവയാണ്. ശ്രീ രാംകുമാർ രാമൻ പട്ടികജാതി വിഭാഗത്തിൽ ജയിച്ച ആളാണ്. നെടുങ്ങോലം വാർഡിൽ നിന്ന് ഈ ധർണയിൽ പങ്കെടുത്തിട്ടില്ല. കണ്ണേറ്റ വാർഡിൽ ജയിച്ച ശ്രീമതി സുമി പരമേശ്വരൻ SC വിഭാഗത്തിൽപ്പെട്ട പഞ്ചായത്ത് അംഗമാണ്. ഈ ധർണയിൽ പങ്കെടുത്തിട്ടില്ല. അപ്പോൾ ഈ പഞ്ചായത്തിലെ പിന്നോക്ക ദളിത് ജനവിഭാഗത്തിൽപ്പെട്ട ജനപ്രതിനിധികൾ ഈ ധർണയിൽ പങ്കെടുത്തിട്ടില്ല. എന്താണ് കാര്യമെന്ന് എനിക്കറിയില്ല. ഞാൻ എടുത്തു പറയുന്നു, ഞാൻ ചോദിച്ചിട്ടുമില്ല, ഞങ്ങൾ ആരും പറഞ്ഞിട്ടുമില്ല പങ്കെടുക്കണ്ട എന്ന്. പക്ഷെ അവരാരും ഈ ധർണയിൽ പങ്കെടുത്തിട്ടില്ല. പഞ്ചായത്ത് പ്രസിഡന്റ് പങ്കെടുത്ത ഈ ധർണയിൽ പിന്നെ പങ്കെടുത്തവരെ അറിയാം. കോളേജ് തൊട്ടടുത്ത വാർഡിനെ പ്രതിനിധിക്കുന്ന ശ്രീ TR ദീപു, ശ്രീമതി ഹണി ശ്രീകുമാർ, എന്റെ ബഹുമാന്യ സുഹൃത്ത് ശ്രീ പ്രേമചന്ദ്രൻ ആശാൻ, ശ്രീ തൊട്ട നെടുങ്ങോലം വാർഡിലെ മെമ്പർ ശ്രീ രവീന്ദ്രൻ, തൊട്ടപ്പുറമുള്ള വാർഡ് മെമ്പർ അനിൽകുമാർ, ശ്രീ അനിൽകുമാർ നായർ തുടങ്ങിയുള്ളവരാണ് പിന്നീട് ഈ ധർണി പരിപാടിയിൽ പങ്കെടുത്തത്. അപ്പോൾ പഞ്ചായത്തിലെ എല്ലാ മെമ്പർമാരും ഈ ധർണയിൽ പങ്കെടുത്തില്ല. കോളേജ് വാർഡിനെ പ്രതിനിധിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഇവിടെയുള്ളവരാണ്. ഈ ധർണയിൽ പങ്കെടുത്തിട്ടില്ല. അവിടെ കാര്യം വളരെ വ്യക്തമാണ്. പങ്കെടുത്തവരാര്, ധർണയിൽ പങ്കെടുത്തവരാര്, പങ്കെടുക്കാത്തവരാര്, ശാഖാഭാരവാഹികളെ യോഗം വിളിച്ചു കൂട്ടിയപ്പോൾ ഞാൻ സൂചിപ്പിച്ചതാണ്. അവിടെ മറ്റു പലരും ഒപ്പിട്ടിട്ടുണ്ടെങ്കിലും ധർണാ പരിപാടിയിൽ ഇവരാരും പങ്കെടുത്തിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, ചിറക്കര ഗ്രാമപഞ്ചായത്തില് കോളേജിന്റെ മധ്യഭാഗത്തോടെ റോഡ് കിട്ടണമെന്നാണോ കഴിഞ്ഞ 2 മാസക്കാലമായി ഈ പഞ്ചായത്തിന്റെ ഏക ജനകീയ ആവശ്യം? കൊടും വേനല്, ഈ പ്രദേശത്തെങ്ങും വെള്ളമില്ല. കുടിവെള്ളം കൊടുക്കാനുള്ള അടിസ്ഥാന സൗകര്യം ഇതിന് പോയ കഴിഞ്ഞ 2 മാസക്കാലമായി മുഖ്യമന്ത്രിയെ കാണാൻ പോയവർ, RDOയെ കാണാൻ പോയവർ, കളക്ടറെ കാണാൻ പോയവർ, ബഹുമാനായ ജനറൽ സെക്രട്ടറിയെ കാണാൻ പോയവർ നിരന്തരം 2 മാസം കൊണ്ട് പഞ്ചായത്തിന് ജീപ്പ് ഇങ്ങനെ ഓടുക. ഇവിടെ ജനകീയ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കണ്ടേ? എത്രയോ പഞ്ചായത്തിന്റെ റോഡുകൾ ടാറിടാതെ കിടക്കുന്ന ഈ പഞ്ചായത്തിന് തൊട്ട് ഫ്രണ്ടിൽ കിടക്കുന്ന റോഡ് നോക്കി എത്ര ഇതായി കിടക്കുന്നു. അപ്പോൾ അവിടെയൊന്നും അത്തരം ജനകീയ പ്രശ്നങ്ങൾ ഒന്നും നടക്കണ്ട. SN ട്രസ്റ്റിന്റെയും SNDP യോഗത്തിന്റെയും വസ്തുവകകളുടെ മധ്യഭാഗത്തോടുകൂടി വഴി വേണം. എത്രയോ വഴി വേണമെന്നുള്ള പുതിയ ആവശ്യം ഈ പഞ്ചായത്ത് കമ്മിറ്റിയുടെ മുന്നിലുണ്ട്. എത്ര കുളം നികത്തിയാലും പകരം കുളം കുഴിക്കണം, അല്ലെങ്കിൽ നികത്തിയ കുളം കുഴിക്കണം, അത് പരിസ്ഥിതിക്ക് ദോഷകരമായി ബാധിക്കുന്നതാണ് എന്ന എത്രയോ അജണ്ടകളിൽ ചർച്ച ചെയ്ത മിനിറ്റ്സുകള് ഈ പഞ്ചായത്ത് ഓഫീസിന്റെ മുന്നിലുണ്ട്. അപ്പൊ അതൊന്നും പരിഹരിക്കണ്ടേ? SN ട്രസ്റ്റിന്റെ വസ്തുവിൽ കൂടി മധ്യഭാഗത്തോടെ വഴി കിട്ടുക എന്ന മാത്രം അജണ്ടയാണോ ഈ പഞ്ചായത്തിന് കഴിഞ്ഞ 2 മാസക്കാലമായി? അതുകൊണ്ട് തന്നെയാണ് ഈ പഞ്ചായത്ത് ഓഫീസ് പടിക്കൽ ഞങ്ങളുടെ ജനശക്തിയുടെ ധാർമ്മിക രോക്ഷം ഇവിടെ ഇന്ന് പ്രകടിപ്പിക്കുന്നത്. അതുകൊണ്ട് പഞ്ചായത്ത് അധികാരികൾ അത്തരം തീരുമാനങ്ങളിൽ നിന്ന് മാറണം. മാത്രമല്ല, ഈ മാസം RDOയുടെ മുന്നിൽ അടുത്ത ഹിയറിംഗ് ഉണ്ട് വഴിയെ സംബന്ധിച്ച്. അതിനകത്ത് ഒപ്പിട്ടിരിക്കുന്നത്, ഒന്നാമത് ഒപ്പിട്ടിരിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പഞ്ചായത്ത് മെമ്പർമാരും. ഇത് തന്നെ RDOയുടെ മുന്നിൽ ഹിയറിംഗിന് പഞ്ചായത്ത് പ്രസിഡന്റ് വരുമ്പോൾ ഈ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നോ ഇല്ലയോ എന്ന് കൂടി വ്യക്തമാക്കണം. നിങ്ങൾ പ്രദാനം ചെയ്യുന്ന രാഷ്ട്രീയ